ഹായ്, ഇന്ന് ചെറിയൊരു നൈറ്റ് ഔട്ട് വീഡിയോ ആണ് കേട്ടോ. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പുറത്തിറങ്ങാറുണ്ട് രാത്രി. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മൈൻഡ് റിലാക്സേഷനും ഒന്നൊന്ന് നമ്മൾ ബൂസ്റ്റപ്പ് ആവാൻ വേണ്ടിയിട്ടാണ് ഈ ഇറങ്ങുന്നത്. നമ്മൾ വീട്ടിൽ നിന്ന് ഡിന്നറൊക്കെ കഴിച്ചിട്ടാട്ടോ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. വെറുതെ ഒന്ന് പുറത്ത് പോകാമെന്ന് റിലാക്സ് ചെയ്യുക, അത് മാത്രമാണ് ഇന്നത്തെ നൈറ്റ് ഔട്ടിൻ്റെ ഉദ്ദേശം. നമ്മുടെ വീടിൻ്റെ ഓൾമോസ്റ്റ് അടുത്തായിട്ട് വരുന്നൊരു മോളാണ് കേട്ടോ. ഭയങ്കര റിച്ച് മോളാണ്. ഇതിൽ ഓൾമോസ്റ്റ് എല്ലാ VIP ബ്രാൻഡ്സുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇനി ഇവിടെ പോണ സമയത്ത് ഞാൻ അത് കാണിച്ചിട്ടുണ്ട്. കാരണം ഞാൻ കണ്ടതിൽ വെച്ചിട്ട് ഏറ്റവും ഹൈജീനിക് ആയിട്ട് തോന്നിയൊരു മോളാണ് കേട്ടോ ഇത്. പുറത്തിറങ്ങി കുറച്ച് ദൂരം പോയപ്പോഴത്തേക്കും മഴ തുള്ളിയിടാൻ തുടങ്ങി. അപ്പോൾ നമ്മൾ എന്താക്കി, അവിടെ ഒരു ബേക്കറി കണ്ടിട്ടുണ്ടായിരുന്നു, ജസ്റ്റ് ബേക്കിൻ്റെ ഒരു ഔട്ട്ലെറ്റ് കണ്ടിട്ടുണ്ടായിരുന്നു. നമ്മൾ അവിടെ കയറിയിട്ട് കുറച്ച് നേരം മഴ കഴിയുന്നവരെ അവിടെ ഇരിക്കാമെന്ന് കരുതി. ശരിക്കും പറഞ്ഞാൽ ഇന്നത്തെ ഈ കേക്കും കാര്യങ്ങളും കഴിക്കാനുള്ള ഒരു മൂഡൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ആ മഴ കാരണം നമ്മൾ കയറിയതാണ് കേട്ടോ. ഞാൻ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത് ഒന്നിന് വാശിയൊന്നും പിടിക്കില്ല. എന്തെങ്കിലും നമ്മൾ വാങ്ങിക്കൊടുത്താൽ അവനക്ക് അത് ഇഷ്ടമാവും, അല്ലാണ്ട് വാശിയൊന്നും പിടിച്ച് വാങ്ങാറില്ല. അപ്പം നമ്മൾ കരുതി ഡോണറ്റ് വാങ്ങാമെന്ന്. കാരണം അത് ആദ്യമായിട്ടാണ് ഡോണറ്റ് കഴിക്കുന്നത്. അവൻ കുറേ പിക്ചേഴ്സിലൊക്കെ കണ്ടിട്ടുണ്ടെങ്കിലും ആദ്യമായിട്ടാണ് ഇപ്പോൾ അവന് കഴിക്കുന്നത്. ഞാൻ ഈ മൈൻഡ് റിലാക്സേഷൻ എന്ന് വെറുതെ പറഞ്ഞല്ലോ കേട്ടോ. കാരണം രണ്ടാളും കുഞ്ഞു കുട്ടികളാണ്. ഒരാൾക്ക് 3.5 വയസ്സും ഒരാൾക്ക് 1 വയസ്സുമാണ്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള സ്ട്രഗിൾ എനിക്ക് ഡെയിലി ഉണ്ടാവാറുണ്ട്. ഒരാളുടെയും കൈസഹായം ഇല്ലാണ്ട് കുട്ടികളെ കാര്യങ്ങളും വീട്ടിലത്തെ കാര്യങ്ങളൊക്കെ സെറ്റാക്കാന്ന് പറഞ്ഞാൽ തന്നെ അതൊരു പവർ തന്നെ കേട്ടോ. സത്യം പറഞ്ഞാൽ ഇക്കുന്നെ അത്രയും സപ്പോർട്ട് ചെയ്യുന്നത് കൊണ്ടാണ് എനിക്ക് കുഴപ്പമൊന്നും ഇല്ലാണ്ട് മുന്നോട്ട് പോകാൻ പറ്റുന്നത്. പുറമെന്ന് നോക്കുന്ന ആൾക്കാർക്ക് അവരവിടെ സെറ്റിലാണ്, ഒറ്റയ്ക്കാണ്, ജീവിതം അടിപൊളിയാണെന്നൊക്കെ പറയാൻ പറ്റുമെങ്കിലും ഒറ്റയ്ക്കുള്ള ജീവിതത്തിലും ഉണ്ട് കുറേ ബുദ്ധിമുട്ടുകൾ. എന്നാൽ അതുപോലെ തന്നെ ഓരോ സിറ്റുവേഷൻ നമ്മൾ എൻജോയ് ചെയ്യലുണ്ട് കേട്ടോ. കുട്ടികൾ ഓരോ പ്രായം എത്തുമ്പോഴും നമ്മൾ കരുതും ഇതാണ് കൂടുതൽ ഡേഞ്ചർ ആയിട്ടുള്ള പ്രായം, ഇതാണ് നമ്മൾ സ്ട്രഗിൾ ചെയ്യുന്ന പ്രായം. പക്ഷെ അതല്ല, ഓരോ സ്റ്റേജും കഴിയുന്ന സമയത്താണ് നമ്മൾ മനസ്സിലാക്കുക മുന്നത്തെ സമയമായിരുന്നു കുറച്ചുകൂടി ബെറ്റർ. അങ്ങനെ ഓരോ സ്റ്റേജും അങ്ങനെ കഴിഞ്ഞു പോകും. അതിനനുസരിച്ച് അവർ വലുതാവും ചെയ്യും. ഇവരുടെ ഈ പ്രായത്തിൽ നമ്മൾ കുറച്ച് സ്ട്രഗിൾ ചെയ്താലും അവരുടെ ഭാവിയും അവരുടെ ഹെൽത്തും കാര്യങ്ങളും സെറ്റാകാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് റിസ്ക് എടുത്താലും ഈ ഒരു ഏജ് കഴിയുന്ന വരെ നമ്മൾ അവരുടെ ഒപ്പം തന്നെ ഉണ്ടാവണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പോൾ അതൊക്കെ അവിടെ നിൽക്കട്ടെ. അങ്ങനെ നമ്മൾ പുറത്തിറങ്ങാമെന്ന് വിചാരിച്ചിങ്ങനെ പുറത്തേക്ക് നോക്കിയപ്പോൾ മഴ നിന്നിട്ടൊന്നുമില്ല, നല്ല മഴ തന്നെയായിരുന്നു. പിന്നെ മഴ നമ്മളെ ചതിക്കുന്നു നമ്മൾ കരുതിയിട്ടേ ഇല്ല. കാരണം അത്രക്കും പെട്ടെന്ന് പോയി വരാമെന്ന് കരുതിയത് കുറേ ലേറ്റായി. ജീക്കുട്ടിക്ക് അറിയാൻ തുടങ്ങി. ആസോ അവിടേക്കും ഇവിടേക്കൊക്കെ പോയിട്ട് കുറേ പിത്തനകളും കാര്യങ്ങളൊക്കെ ചെയ്യാനൊക്കെ തുടങ്ങി. അവസാനം നമ്മൾ എങ്ങനെയെങ്കിലും വീട്ടിലെത്തിയാൽ മതി എന്നുള്ളൊരവസ്ഥയിലായി. റിലാക്സ് ചെയ്യാൻ വന്നിട്ട് മൈൻഡിലേക്ക് കുറച്ചുകൂടി പ്രഷർ വന്ന പോലെ എനിക്ക് തോന്നിയത്. പിന്നെ അങ്ങനെ മഴ കുറച്ച് കുറഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ തിരിച്ചു പോകാനുള്ള പ്ലാനിലെത്തി. ഇല്ലെങ്കിൽ ഇനിയും മഴ കൂടിയിട്ട് ലേറ്റ് ആവുള്ളൂ. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഞാൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ ശരി, അടുത്ത വീഡിയോയിൽ കാണാം. ബൈ, ടാറ്റാ, സീ യു.